നമസ്തേ ബച്ചോം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ജൂലിയ ഓർ ലൂണ. ഇതൊരു കഹാനിയാണ്. എഴുതിയത് നേഹ സിൻഹാണ്. അപ്പോൾ പാഠക്കാ നാം ക്യാ ഹേ? ജൂലിയ ഓർ ലൂണ. പാഠക്കാ നാം അല്ലെങ്കിൽ കഹാനിക്കാ നാം കേട്ടോ. കഥയാണ് പഠിക്കാനുള്ളത്. ലേഖികാക്കാ നാം ക്യാ ഹേ? നേഹ സിൻഹ. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ പാഠത്തിൻ്റെ പേര്, അതുപോലെ ഇത് വിധയാണെന്നുള്ളതും ഓദറിൻ്റെ പേര്, ലേഖക് അല്ലെങ്കിൽ ലേഖികയുടെ പേര് ഓർത്തു വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇത് ആരുടെ കഥയാണെന്നുള്ളതൊക്കെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ലേഖികയെക്കുറിച്ചൊന്ന് നോക്കാം അല്ലേ. പേജ് നമ്പർ 22 നേഹ സിൻഹ കണ്ടോ? അതെടുക്കുക. ടീച്ചർ വായിക്കാം. നേഹ സിൻഹ കാ ജന്മ 5 മൈ 1982 को വാരണാസി മേ ഹുവാ ഥ. അപ്പോൾ എവിടെയാണ് നേഹ സിൻഹ ജനിച്ചത്? വാരണാസിയിൽ. എപ്പോഴാണ്? മെയ് 5 1982. वे हिंदी और अंग्रेज़ी दोनों भाषाओं में लिखती है और उनकी 19 किताबें प्रकाशित हो चुकी है. അപ്പോൾ ഏതൊക്കെ ഭാഷകളിലാണ് അവരെഴുതിയിരുന്നത്? ഹിന്ദിയും അതുപോലെ തന്നെ അംഗ്രേസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷകളിലാണ് എഴുതിയിരുന്നത്. അങ്ങനെ ആ 2 ഭാഷകളിലുമായിട്ട് എത്ര ബുക്കുകളുണ്ട്? കിതാബേം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. എത്ര പുസ്തകങ്ങളുണ്ട്? 19 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മാത്രമല്ല പ്രകാശനം ചെയ്തിട്ടുണ്ട്. ബച്ചോं के लिए खासकर म्यूजिकल नाटक बनाना उन्हें बेहद पसंद है. അപ്പം എന്താ പറയണേ? बच्चों के लिए खासकर म्यूजिकൽ നാടക് ബനാന ഉനെ ബെഹത്ത് പസന്ത് ഹെ. അപ്പം എന്താണ്? കുട്ടികൾക്ക് വേണ്ടി വിശേഷിച്ച് എന്താണ്? മ്യൂസിക്കൽ നാടക, സംഗീത നാടകങ്ങളൊക്കെ എന്താണ് എഴുതുന്നതും അത് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. വേ ബച്ചോം കെ ലിയെ കഹാനിയാം കവിതായും ലിഖ്തി ഹെ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്താണ്? ബച്ചോം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾക്ക് കഹാനിയാം കഥകൾ, കവിതായം എന്ന് പറഞ്ഞാൽ കവിതകളൊക്കെ എഴുതിയിരുന്നു. രാഹി നാം കി തിയേറ്റർ കമ്പനി ചലാത്തി ഹെ. അപ്പോൾ രാഹി എന്ന പേരിലൊരു തിയേറ്റർ നടത്തിയിരുന്നു. ഓർ ലഡിക്കിയും മഹിളാവും കേലിയെ എക്ക് ക്യാമ്പയിൻ ചലാത്തി ഹെ. ലഡിക്ക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കും മഹിളായും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ജിസ്കാ നാം ഹെ വൈ ലോയിറ്റർ. എന്താണ് ക്യാമ്പയിൻ്റെ പേര്? വൈ ലോയിറ്റർ. ഉൻകി പെഹലി പുസ്തക് ഹെ ദ വെനസ്ഡേ ബാസാർ. അപ്പോൾ അവരുടെ ഫസ്റ്റ് ബുക്കാണെന്ത്? ദ വെനസ്ഡേ ബാസാർ എന്നുള്ളത്. ജോ സൺ 2014 പ്രകാശിത് ഹുയി. അതെപ്പോഴാണ് പ്രകാശനം ചെയ്തത്? 2014. നമുക്ക് കഹാനി നോക്കാം, കഥയിലോട്ട് വരാം. അപ്പോൾ എന്താണ് ഈ പേജിൽ നമുക്ക് എന്താണ് കാണുന്നത്? ഒരു മരത്തിൽ ഒരു കുട്ടിയിരിക്കുന്നു അല്ലേ. താഴത്ത് വലിയൊരാൾ ഒരു കോടാലിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കണേ? എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. തുടങ്ങല്ലേ. एक रोज़ कुछ हट्टे कट्टे आदमी एक बड़े से पेड़ काटने पहुँचे. അപ്പം എന്താണ്? एक रोज़ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. കുച്ച് ഹട്ടെ കട്ടെ ആദ്മി എന്താണ്? വളരെ ശക്തരായിട്ടുള്ള, ബലവാന്മാരായിട്ടുള്ള, ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. एक बड़े से पेड़ को, വലിയ മരം. ബഡേ എന്ന് പറഞ്ഞാൽ വലിയ, പേട് അറിയാലോ, മരം. കാട്ട്നെ സെ പഹൂഞ്ചെ, മുറിക്കാൻ വേണ്ടി. പഹൂഞ്ചെ എന്ന് പറഞ്ഞാൽ എത്തി. അപ്പോൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മളൊരു എന്താണ് പേട് അല്ലേ, മരത്തിനെ കുറിച്ചാണ്. ഇവിടെയും ഒരു പേട് വരുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. എക് ലഡിക്കീനെ ഉനേം ദേഖ് ലിയ. അപ്പം എന്താണ്? ഒരു പെൺകുട്ടി അത് കണ്ടു. പഹ് ചട്ട്
പേട് പർ ചढ़ गई വഹ് ചട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻലി, ക്വിക്ക്ലി. ജട്ട് പേട് പർ എങ്ങോട്ടാണ്? പേട് പർ മരത്തിൽ, ചढ़ गई ചാടിക്കയറി. ആത്മീയോനെ പെഹലെ ഉസെ സംചായ എന്താണ് ആദ്യം അവരെന്താണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു. ഫിർ ധംകായ പിന്നെ എന്താണ് ഭീഷണിപ്പെടുത്തി. ബഹോത്ത് ഡരായ, ബഹോത്ത് എന്ന് പറഞ്ഞാൽ ബഹുത്താണ് വളരെയധികം, ഡരായ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തി. അപ്പം എന്താണ് എന്താണ് ആ ആളുകൾ ആദ്യം ആ കുട്ടീനെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി, പിന്നെ ഭീഷണിപ്പെടുത്തി, പിന്നെ പേടിപ്പിച്ചു. മേ നെഹി ഉത്തരൂങ്കി, അപ്പം എന്താ അവൾ പറഞ്ഞത്? ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങില്ല. ലഡ്കി ചില്ലായി ഓർ ഏക് ശാഖ പർ ജാ ബൈഠി. ലഡ്കി ചില്ലായി എന്ന് പറഞ്ഞാൽ അവൾ ഉറക്കനെ നിലവിളിച്ചു, ഉറക്കനെ പറഞ്ഞു. എന്നിട്ട് എന്താണ് ഒരു ശാഖ മരക്കൊമ്പിൽ, ചില്ലയിൽ, ബ്രാഞ്ചിൽ അവൾ ഇരുന്നു. ബൈഠി എന്ന് പറഞ്ഞാൽ ഇരുന്നു. ആത്മീയോനെ സോച്ച, അപ്പോൾ ആളുകൾ എന്താണ് ചിന്തിച്ചു. ആഖിർ കബീത്തോ ഉത്തരേഗി, അവസാനം അവൾ, ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം അവൾ ഉത്തരേഗി ഇറങ്ങും. തബ് കാട്ടേങ്കെ പേടുക്കോ, അപ്പം എന്താണ് നമുക്ക് ഈ മരം മുറിക്കാം, അപ്പോൾ ഈ മരം മുറിക്കാം. അപ്പം എന്താണ് മരത്തിനെ മുറിക്കാൻ വന്ന ആളുകളാണ് അല്ലേ, അത് മനസ്സിലായി. ദിൻ ഹഫ്തെ മഹീനെ ബീത്ത് ഗൈ, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ, ഹഫ്തെ എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ, മഹീനെ എന്ന് പറഞ്ഞാൽ മാസങ്ങൾ, ബീത്ത് ഗൈ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി. പർ ലഡ്കി തോത്തരി ഹി നഹി, അപ്പോഴും എന്താണ് അവൾ ഇറങ്ങിയില്ല. ലോഗോം കോ ജബ് പത്താ ചലാത്തോ उसके लिए खाना, पानी, स्टोव, किताबें, गद्दा, കമ്പൽ, കപ്പടെ സബ് ലേ ആയി. അപ്പം എന്താണ് ലോഗോം കോ ജബ് പത്താ ചലാത്തോ, അപ്പം എന്താണ് ആളുകളൊക്കെ അവൾക്ക് എന്താണ് അവൾക്ക് വേണ്ടി ഖാന ഭക്ഷണം, പാനി വെള്ളം, സ്റ്റവ്, കിതാബേ പുസ്തകങ്ങൾ, ഗദ്ദ എന്ന് പറഞ്ഞാൽ മെത്ത ബെഡൊക്കെ കൊണ്ടുവന്നു, കമ്പൽ എന്ന് പറഞ്ഞാൽ കമ്പിളി, കപ്പട എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ, സബ്ലേയായി എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് കൊടുത്തു. ശുക്രിയ ലഡ്കി ചഹ്ചഹായി, അപ്പം എന്താണ് ശുക്രിയ എന്ന് പറഞ്ഞാൽ ധന്യവാദ്, താങ്ക് യു. ചഹ്ചഹായി എന്ന് പറഞ്ഞാൽ എന്താണ്? ചഹ്ചഹായി എന്ന് പറഞ്ഞാൽ പ്രസന്ന ഹോക്കർ മധുര ശബ്ദമേ ബോലി, അതായത് വളരെ സന്തോഷത്തോടെ മധുരമായ ശബ്ദത്തിൽ പറയുക, അതിനെയാണ് ചഹ്ചായി എന്ന് പറയുന്നത്. ഉസ്നെ ചിടിയോം കി തരഹ് പേട് പർ അപ്ന ഗോൺസില ബനാലിയ, ഗോൺസില കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഗോൺസില എന്താണ്? കൂട്. അപ്പം എന്താണ് കൂട് കൂട്ടുന്നത് ആരാണ്? പക്ഷികളല്ലേ. ഉസ്നെ ചിടിയോം കി തരഹ് പക്ഷികളെ പോലെ, അവൾ പക്ഷികളെ പോലെ പേട് പർ അപ്ന ഗോൺസില ബനാലിയ, അവൾ എന്താണ് ഒരു കൂട് ഉണ്ടാക്കി, കൂടാണ് ഉണ്ടാക്കുക, ഒരു വീട് പോലെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ബാരിഷായി മഴ പെയ്തു, സർദിയായി തണുപ്പ് വന്നു, ഭയങ്കര ആന്തി തൂഫാനായേ. ആന്തി എന്ന് പറഞ്ഞാൽ കാറ്റിനെയാണ്, പൊടിക്കാറ്റിനെയാണ് പറയുന്നത്. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഏകദേശം രണ്ടും ഒരേ മീനിങ് ഒക്കെ തന്നെയാണ് കേട്ടോ, എന്നാലും ഒന്നും കൂടി ബെറ്ററായിട്ട്, അതായത് കൊടുങ്കാറ്റ് പൊടിക്കാറ്റൊക്കെ തന്നെയാണ് മീനിങ്. ബർഫ് പടി മഞ്ഞും വന്നു. പർ പേടിനെ ലഡ്കിക്കോ ബച്ചായി റക്ക ഓർ ലഡ്കീനെ പേടുക്കോ, മരം പെൺകുട്ടിയെ രക്ഷിച്ചു അല്ലെങ്കിൽ സംരക്ഷിച്ചു. ഓർ ലഡ്കീനെ പേടുക്കോ, പെൺകുട്ടി മരത്തെയും സംരക്ഷിച്ചു. കഹാനി പഠിക്കർ സുനാവും, ഞാൻ നിന്നെ കഥ പറഞ്ഞ് കേൾപ്പിക്കട്ടെ. കബി ലഡ്കി പേട് സെ പൂछती तो കബി പേട് ലഡ്കിക്കോ അപ്പിനെ പത്തോം സെ ഹവാ കാ ബഹ്താ രാഗ് സുനാത്ത. അങ്ങനെ എന്താണ് ഇടയ്ക്ക് ഇങ്ങനെ കഥകളും ഓരോരോ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് പെൺകുട്ടി മരത്തിനോടൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പം മരം എന്താണ് തിരിച്ചു ചെയ്യുന്നത്? പത്തോം സെ ഹവാ കാ ബഹ്ത, ഇലകളിലൂടെ കാറ്റ് എന്താണ് ഒഴുകുക അല്ലേ. ബഹ്ന എന്ന് പറഞ്ഞാൽ ഒഴുകുകയാണ്. അതായത് മരത്തിൻ്റെ ഇലകളിലൂടെ ഒഴുകുന്ന ഒരു ഗാനം അല്ലെങ്കിൽ ഈണം എന്നൊക്കെ പറയാം. മനസ്സിലായോ? അതായത് ഇലകളിലൂടെ ഒഴുകുന്ന ഗാനം കേൾപ്പിച്ചു, പെൺകുട്ടിയെ കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്.
हट्टे कट्टे आदमियों के सेठ ने अजीबो गरीब तरकीबें लगाई. कभी पेड़ के नीचे ലൗഡ് സ്പീക്കർ पर तेज शोर मचाया. അപ്പം എന്തൊക്കെയാണ് ചെയ്തത്? ഈ ഹട്ടെ കട്ടെ ശക്തരായ മനുഷ്യരിൽ അവരുടെ ഒരു സേർട്ട് ഉണ്ട്, അവരുടെ ഒരു യജമാനൻ, അവരുടെ ഒരു മുതലാളി എന്നൊക്കെ പറയുന്ന പോലെ സേർട്ടിന് അതിൻ്റെ ഒരു സേർട്ട് ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അജീബോ ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരു വിചിത്രമായിട്ട് എന്ത് ചെയ്തു? തർക്കീബേം ലഗായി, ഓരോരോ ഉപായങ്ങൾ. ഉപായി എന്ന് പറഞ്ഞാൽ ഓരോരോ മാർഗങ്ങൾ, ഓരോരോ വഴികളൊക്കെ സ്വീകരിച്ചു. കബി പേടിക്ക് നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ. അപ്പോൾ എന്താണ് ഈ പേടിക്ക് നീച്ച എന്ന് പറഞ്ഞാൽ താഴെ, മരത്തിൻ്റെ താഴെ ലൗഡ് സ്പീക്കറൊക്കെ വെച്ച്, തേസ് എന്ന് പറഞ്ഞാൽ ശക്തമായ, ഷോർ എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തിൽ ലൗഡ് സ്പീക്കറൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. कभी पेड़ के ऊपर हेलीकॉप्टर उठाकर लड़की को रात रात भर जगाए रखा. അപ്പം എന്താ ചെയ്തത്? രാത്രിയൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ പറത്തി ആ പെൺകുട്ടിയെ രാത്രിയൊക്കെ ഉറക്കാതിരിക്കുമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ നമുക്ക് ഡിസ്റ്റർബ് അല്ലേ, അപ്പോൾ ഉറങ്ങില്ലല്ലോ. തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവോങ്കി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ്, ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല. തോട് പാവോങ്കി എന്ന് പറഞ്ഞാൽ തകർക്കാൻ കഴിയില്ല. ലഡ്കി ബുലന്ദ് ആവാസ് മേം ഉനേം കഹത്തി. ബുലന്ദ് എന്ന് പറഞ്ഞാൽ സോറ്, വളരെ ഉച്ചത്തിൽ തന്നെ അവൾ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം, വളരെ ഉച്ചത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ഞങ്ങളുടെ സൗഹൃദം നിങ്ങൾക്ക് ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അടുത്ത പേജ് നമ്പർ 16. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേം മഷ്ഹൂർ ഹോ ഗയ. അപ്പം എന്താണ്? ഇവരുടെ അനോഖി എന്ന് പറഞ്ഞാൽ വിചിത്രമായ, ഇവരുടെ ഈ വിചിത്രമായ ദോസ്തി, ഫ്രണ്ട്ഷിപ്പ്. കിസ്സ എന്ന് പറഞ്ഞാൽ കഹാനി, കഥ. അപ്പം എന്താണ്? ഇവരുടെ വിചിത്രമായ സൗഹൃദത്തിൻ്റെ കഥ ദുനിയാഭരമേ മഷ്ഹൂർ ഹോ ഗയ, ഈ ലോകം മുഴുവനും, മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയി, പ്രസിദ്ധമായി, ലോകം മുഴുവൻ അറിയപ്പെട്ടു. ഉൻകി ഇർദ് ഗിർദ് എന്ന് പറഞ്ഞാൽ ചാരോം, നാലുപാടും ചുറ്റുപാടും ഒക്കെ. ഇർദ് ഗിർദ് ഹസാരോം ലോഗ് ഇക്കട്ട ഹോനെ ലഗെ. ഇക്കട്ട എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടുക, തടിച്ചു കൂടുക എന്നൊക്കെ പറയില്ല. അപ്പം എന്താണ്? ചുറ്റിനുമുള്ള ആയിരക്കണക്കിന്, ഹസാരോം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഇക്കട്ട ഹോനെ ലഗ, തടിച്ചുകൂടി അല്ലെങ്കിൽ കൂട്ടം കൂടാൻ തുടങ്ങി. हट्टे कट्टे आदमियों और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हज़ारों दोस्तों से डर लगाने लगा था. അപ്പം എന്താണ്? ഈ ശക്തരായ ആളുകളും അതുപോലെ സേട്ട് ഒക്കെ പെൺകുട്ടിയെയും അവരുടെ മരത്തിൻ്റെയും പെൺകുട്ടിയെയും ആ മരത്തിൻ്റെയും സൗഹൃദം കാണാനെത്തിയ ഒരുപാട് ഹസാരോം ദോസ്തോംസ്, ആയിരക്കണക്കിന് കൂട്ടുകാരെ എന്താണ് അവർ ഭയന്നിരുന്നു അല്ലേ. ഒരു കുറച്ച് പേരും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൂട്ടം ആളുകളും വ്യത്യാസമല്ലേ. അപ്പം നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ, ഒരുപാട് ആളുകൾ ഇങ്ങനെ തടിച്ച് കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ അവർ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? 738 എന്ന് പറഞ്ഞാൽ 738. 738 दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. അങ്ങനെ എന്താണ്? അവർ 731 ദിവസങ്ങൾക്ക് ശേഷം പേട് കാട്ടിനേക്ക ഇന്തസാർ, അവരുടെ ആ മരം മുറിക്കാനുള്ള ഇന്തസാർ, പ്രതീക്ഷ, കാത്തിരിപ്പ് എന്താണ്? കാത്തിരിപ്പിന് ശേഷം അവരെന്താണ്? മിണ്ടാതെ, ചുപ്ചാപ്പ് മിണ്ടാതെ അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. വാദാ കരോ യഹാ കെ കിസി ബി പേടുക്കോ കബീ നഹി കാട്ടോഗേ. എനിക്ക് നിങ്ങളെന്താണ്? വാദ എന്ന് പറഞ്ഞാൽ നിങ്ങളെനിക്ക് വാക്ക് തരണം. എന്താണ് വാക്ക് കൊടുക്കേണ്ടത്? ഇവിടുത്തെ ഒരു മരത്തിനെയും ഒരു മരങ്ങളെയും മുറിക്കരുത്. ലടുക്കീനെ സേട്സേ വാദാലേലിയ. അങ്ങനെ എന്താണ്? ലടുക്കി അവരിൽ നിന്നും ഒരു ഉറപ്പ് വാങ്ങി, അതായത് മരങ്ങളൊന്നും മുറിക്കരുത്. സാരേ പേട് ബച്ചുകയെ. അങ്ങനെ എല്ലാ മരങ്ങളും എന്താണ്? എല്ലാ മരവും രക്ഷപ്പെട്ടു. ബച്ചന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. ഉസ് ലടുക്കി കന്നാം ജൂലിയ ഹേ. അപ്പം എന്താണ്? ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ജൂലിയ. ഉസ് പേട് കാ നാം ഹേ ലൂണ. പേടിൻ്റെ പേരെന്താണ്? മരത്തിൻ്റെ പേരെന്താണ്? ലൂണ. അപ്പം നമ്മുടെ കഹാനിയുടെ പേരെന്താണ്? ജൂലിയ ഓർ ലൂണ. അപ്പം ജൂലിയയും ലൂണയും ആരൊക്കെയാണെന്ന് മനസ്സിലായോ?
ആരൊക്കെയാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ജൂലിയ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്, ലൂണ എന്ന് പറഞ്ഞാൽ മരമാണ്. ദോനോ മാജ് ബി പക്കേ ദോസ്ത് ഹേ, എന്താണ് അവരിന്നും എന്താണ് വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് ഈ കഥയിലൂടെ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ കവിതയിലും മരത്തിനെ കുറിച്ചാണ്, ഈ കഹാനിയിലും എന്താണ് മരത്തിനെ കുറിച്ചാണ് അല്ലേ. അപ്പം എന്താണ് മരം മുറിക്കാൻ ആളുകൾ വന്നപ്പോൾ ഒരു പെൺകുട്ടി അതിനെ ചെറുത്ത് നിന്നതും അവരുടെ സൗഹൃദം വളരെ നല്ല രീതിയിൽ അല്ലേ അവർ കാത്തു സൂക്ഷിച്ചു. അവരവസാനം അവരുടെ സൗഹൃദത്തിന് മുമ്പിൽ അവർ കീഴടങ്ങി മരം മുറിക്കാതെ പോയില്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇതിലൂടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? മരം എന്താണ് പ്രകൃതിയുടെ വരദാനമാണ്. മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, മരത്തെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് എന്തായാലും ഒരു പോസ്റ്റർ ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുപോലെ സ്ലോഗൻസൊക്കെ നാര ബനായം എന്നൊക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജൂലിയ ഓർ ലൂണ കഹാനിയാണ്, നേഹ സിൻഹയാണ് എഴുതിയത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടും ജൂലിയ എന്താണ് ലൂണേനെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായില്ല. അപ്പോൾ അവരുടെ സൗഹൃദത്തിൻ്റെ കഥ, സൗഹൃദത്തിൻ്റെ ഒരു കഥയും അതുപോലെ മരത്തെ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം, ആ ഒരു സന്ദേശമാണ് നിങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളായ നിങ്ങളിലേക്ക് നേഹ സിൻഹ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളും നമ്മുടെ ചുറ്റുമുള്ള എന്താ പറയുക ആളുകളെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കണം. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജൂലിയ ലോറേൻ ഹിൽ അതൊന്ന് നോക്കാം. ജൂലിയ ലോറേൻ हिल का जन्म 18 फरवरी 1974 അപ്പോൾ 74 को മിസോറി के മൗണ്ട് വെർണോൺ മേ ഹുവ. അപ്പോൾ എവിടെയാണ്? 18 ജനുവരിയിൽ 1974 ജനിക്കുന്നത് അല്ലേ. अब ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കെ നാം സെ ജാനി ജാതി ഹെ, അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. ആപ് എക് സഫൽ ലേഖിക അമേരിക്കി പര്യാവരൺ കാര്യകർത്തി ഓർ പ്രേരക് വക്ത ഹെ. അപ്പം എന്താണ് അവർ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് അല്ലേ. അമേരിക്കി പര്യാവരൺ കാര്യകർത്തി ഹെ. അപ്പോൾ ആ ഒരു എൻവയോൺമെൻ്റലിസ്റ്റാണ്, അവർ ആ ഒരു മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അബ് ജംഗലോം പേടോം കി കട്ടായി റോക്കനെ കെ ലിയെ 10 ദിസംബർ 1977, അതായത് 10 ഡിസംബറിൽ ഈ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ 1997 18 ഡിസംബർ 1999 के बीच 738 दिन 2000 फुट ऊंचे लगभग 1000 साल पुराने കാലിഫോർണിയ റെഡ്വുഡ് പേഡ് മേ രഹി. അതാണ് ഇപ്പോൾ നമ്മുടെ ഈ കഥയിൽ ഇതാണ് പറയുന്നത്. ആ ഇത്രയും ദിവസം ഇത്ര സമയം ആ മരത്തിൽ താമസിച്ചു. ജൂലിയ പേഡ് കെ ശീർഷ് കെ പാസ് एक तंबू में रही थी ताकि पैसिफिक लंबर कंपनी के ലക്കഡ്ഹാരെ ഇസെ കാട്ട് ന സകെ. അങ്ങനെ അവർക്ക് ആ മരം മുറിക്കാൻ കഴിഞ്ഞില്ല. വേ അന്തതഃ पेड़ को बचाने के लिए लंबर कंपनी के साथ एक समझौते पर पहुंची. वह पेड़ प्यार से लूना के नाम से जाना जाता था. അങ്ങനെയാണ് ആ പേര്, ആ ലൂണ എന്ന പേരിൽ അറിയപ്പെട്ടത്, പേരിട്ടത്. ജൂലിയ ने सन 2000 में अपने पेड़ पर बैठने के अनुभव के बारे में एक किताब प्रकाशित की. അങ്ങനെ ആ മരത്തിൽ താമസിച്ച അനുഭവങ്ങളൊക്കെ വെച്ച് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ബുക്ക് പ്രകാശനം ചെയ്തു. അത് പിന്നീട് ദ ലെഗസി ഓഫ് ലൂണ എന്ന പേരിലാണ് അതറിയപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക, പുതിയ പുതിയ അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ധന്യവാദ്.